കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് 10-ാമതയം സ്പെഷ്യൽ സ്റ്റോറി. നാടെങ്ങും കൃഷി ഇറക്കുന്ന സമയം, നെൽപ്പാടങ്ങൾ എല്ലാം നെൽകൃഷിക്ക് തയ്യാറാക്കുന്ന ഒരു കാലം. ഇത് മറന്നിട്ട് ഇന്ന് നവകേരളത്തിൻ്റെ കാഴ്ച. ഈ നാടിനെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം തകരുന്ന കാഴ്ചകളാണ് നാടെങ്ങും. കൃഷിസ്ഥലങ്ങളും ജലാശയങ്ങളും കരയാക്കി തീർക്കുന്ന ഒരു സർക്കാർ. കൃഷിക്കാർ കൃഷി ഉപയോഗിച്ച് പോകും എന്നുള്ള മുന്നറിയിപ്പ്, അതിൻ്റെ വിനാശഫലങ്ങളും കാഡ്സിൻ്റെ ചെയർമാൻ ആൻ്റണി സാർ മുൻകൂട്ടി പറഞ്ഞെങ്കിലും അത് ഇത്രയും നേരത്തെ പ്രതിഫലിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. ഈ 10-ാമതയത്തിന് കിഴങ്ങ് വർഗ്ഗങ്ങൾ കിട്ടാനില്ല. 1 കിലോ ചേനയ്ക്ക് 200 രൂപ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കർഷകർ കൃഷിയിൽ നിന്നും വിട പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ വില്ലേജ് സ്കോർ കാർഡ്സ് ചെയർമാൻ ആൻ്റണി സാറിൻ്റെ മുൻകരുതലുകളൊക്കെ ഈ 10-ാമതയത്തിനെങ്കിലും ഓർമ്മപ്പെടുത്താതെ വയ്യ. കഴിഞ്ഞ കാലങ്ങളിൽ 10-ാമതയത്തിന് വെച്ച കാഡ്സിൻ്റെ മുറ്റത്തെ വരിക്കപ്പിലാവാണ് ഈ കാച്ചു കിടക്കുന്നത്. ഈ 10-ാമതയത്തിൻ്റെ യഥാർത്ഥ രൂപവും ഭാവവും കാഡ്സ് ചെയർമാൻ ആൻ്റണി സാർ നമ്മളോട് പറയുന്നു. സാറേ നമസ്കാരം. നമസ്കാരം. പത്താഴവും വിത്തും 10-ാമതയെല്ലാം ഇന്ന് ന്യൂ ജനറേഷൻ എന്താണെന്ന് വരെ അറിയത്തില്ല. ഇവിടെ കാഡ്സ് വില്ലേജിൽ ഇതൊരു പൂരമാക്കുകയാണ് സാറ്. അതിനെപ്പറ്റി ഈ 10-ാമതയും നമ്മുടെ ശാസ്ത്രീയമായി എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മതി. മലയാള വർഷത്തിലെ മേട 10-നാണ് നമ്മൾ 10-ാമതയം എന്ന് പറയുക. അത് കാലങ്ങളായി കർഷകർ പ്രകൃതിയുമായി ഉള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ഒരു ശാസ്ത്രം തന്നെയാണ്. അന്നേ ദിവസം സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്നു. സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണ്. അപ്പോൾ അങ്ങനെ അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമായി അതിനെ കണക്കാക്കുന്നതിന് കാരണം കൃഷി ഇറക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമായിട്ട് കണക്കാക്കുന്നതാണ്. മേടപ്പത്തിന് മുമ്പുള്ള സമയം എന്ന് പറയുന്നത് വേനൽക്കാലമാണ്. ആ ശക്തമായ വേനൽ പ്രതിഫലിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വേനൽ മഴ വരുന്നു. അപ്പോൾ സൂര്യൻ്റെ അത്യുച്ചാവസ്ഥയിലുള്ള ചൂടും ആ ചൂടിനോടൊപ്പം വേനൽ മഴയും കൂടി വന്നു കഴിയുമ്പോൾ മണ്ണിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റം എന്ന് പറയുന്നത് വിത്ത് മുളയ്ക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്തരീക്ഷം വളരെ ചൂട് കൂടി നിൽക്കുകയും മണ്ണ് മഴ പെയ്ത് കുതിർന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ വിത്തിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്ത് മുളയ്ക്കുന്ന ബീജാങ്കുരന് ശേഷി വളരെ പെട്ടെന്ന് സജീവമായി അങ്ങനെ വിത്ത് മുളയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ കർഷകർ വിഷുവിൻ്റെ അന്ന് മുതൽ പാടത്തും പറമ്പിലുമെല്ലാം കൃഷി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അങ്ങനെ 10 ദിവസം കൊണ്ട് പാടത്ത് ചാല് കീറുകയും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ വെട്ടിത്തെളിച്ച് പുല്ലെല്ലാം വരണ്ടി ഉണങ്ങിക്കിടക്കുന്ന പുല്ലെല്ലാം ഒതുക്കി സ്ഥലം കിളച്ചൊരുക്കി വയ്ക്കുന്നു. അങ്ങനെ ഒരുക്കി വെച്ച കൃഷിയിടത്തിലേക്ക് ഈ സമയത്ത് വിത്തുകൾ വിതയ്ക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് വേരോട്ടം ഉണ്ടാകാൻ, പെട്ടെന്ന് അതിന് വേര് പിടിക്കാൻ അനുയോജ്യമായൊരു സാഹചര്യമാണ് ഈ സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ മേടപ്പത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ സമയത്ത് വിത്ത് നടുകയും അല്ലെങ്കിൽ ചെടികൾ കുഴിച്ചു വയ്ക്കുകയും ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോഴൊന്ന് നനച്ചു കൊടുക്കേണ്ടി വരും. കാരണം വേനൽമഴ തുടർച്ചയായി കിട്ടിയില്ല എങ്കിൽ അത് ക്ഷീണം ചെയ്യും. പക്ഷേ ആ ചെറിയ നന കൊണ്ട് വളരെ പെട്ടെന്ന് വേരുകൾ മണ്ണിൽ പടരുകയും ആ ചെടി ശക്തമായി വളരുന്നുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അതിനുശേഷം മഴക്കാലം ആരംഭിക്കും. ആ മഴക്കാലം തുടങ്ങിക്കഴിയുമ്പോഴേക്കും ചെടികളുടെ വേര് മണ്ണിലേക്ക് കിഴിഞ്ഞിറങ്ങി ആ ജലത്തെ ആഗിരണം ചെയ്യാനുള്ള ശക്തി നേടുകയും അതോടൊപ്പം തന്നെ കാണ്ഡം മുകളിലേക്ക് വളർന്ന് പരിലസിക്കുകയും ചെയ്യും. അങ്ങനെ കർക്കിടകത്തിലെ മഴയെ മുഴുവൻ ആവാഹിക്കാൻ അതിന് കഴിയും. അതിനുശേഷം പിന്നെ ചിങ്ങത്തിൽ 10 മഴ, കന്നിയിൽ 10 മഴ, തുലാത്തിൽ 10 മഴ, ഈ 10 വീതമുള്ള മഴകൾ ലഭിക്കുന്നതോടെ നമ്മുടെ നാം നട്ട കൃഷി ഇറക്കിയ എല്ലാ കൃഷി വിളകളും വളരെ ശക്തമായ നിലയിൽ വളർന്നു വരും. പിന്നീട് നവംബർ ഡിസംബർ മാസങ്ങളിൽ വരുന്ന മഞ്ഞുകാലവും കഴിഞ്ഞ് ജനുവരിയിൽ ആരംഭിക്കുന്ന വേനൽക്കാലത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ സമയത്ത് നടുന്ന ചെടികൾക്കുണ്ടാകും എന്നുള്ളതാണ് പഴമക്കാരുടെ വിശ്വാസം. അത് വളരെ സത്യമായ ഒരു കാര്യവുമാണ്. നമ്മുടെ നാട്ടിൽ വളരെ ലഭ്യമായിരുന്ന ഒട്ടേറെ കാർഷിക വിളകളുണ്ട്. എന്നാൽ ഇന്ന് പലതും അന്യം നിന്ന് പോയി. ഉദാഹരണത്തിന് മരച്ചീനിയുടെ കേസ് പറയുകയാണെങ്കിൽ
ഏത്തക്കപ്പ എന്ന് പറയുന്ന ഒരു ചുവന്ന നിറത്തിലുള്ള പടർന്ന് പന്തലിക്കുന്ന ഒരു കപ്പ നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിരുന്നു. ആ കപ്പയ്ക്ക് പ്രത്യേകമായ രുചിയുമുണ്ടായിരുന്നു. അതിന്ന് അന്യം നിന്ന് പോയി നമുക്കിവിടെ ലഭ്യമല്ല. അതുപോലെ തന്നെ സിലോൺ കപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ ഉയരം കൂടിയ 12 മാസം മൂപ്പുള്ള കപ്പയുണ്ടായിരുന്നു. അതും അന്യം നിന്ന് പോയി. ഇങ്ങനെ വിവിധങ്ങളായപ്പോൾ കോട്ടയം ചുള്ളി അങ്ങനെ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള കുറച്ച് കപ്പകൾ മാത്രമേ നമ്മുടെ ഇടയിൽ അവശേഷിക്കുന്നുള്ളൂ. അതുപോലെ കാച്ചിലിൻ്റെ കാര്യത്തിൽ കാച്ചിൽ മാട്ടുകാച്ചിലും റൊട്ടിക്കാച്ചിലും ഇഞ്ചിക്കാച്ചിലും ഒക്കെ അടങ്ങുന്ന 16ഓളം ഇനം കാച്ചിലുകൾ നമ്മുടെ നാട്ടിൽ സുലഭമുണ്ടായിരുന്നതാണ്. ഇന്നത് ചുരുങ്ങി വെള്ളക്കാച്ചിലും അത്യാവശ്യം നീലക്കാച്ചിലും ഇഞ്ചിക്കാച്ചിലും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോകുന്ന വിളകളെ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉണ്ട് എന്നുള്ള സന്ദേശമാണ് വിത്ത് ഉത്സവത്തോടെ ഞങ്ങൾ കൊടുക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ അടതാപ്പാണ്. അടതാപ്പ് ഒരു കാലത്ത് എല്ലാ വീടുകളിലും മരത്തിൽ കയറിക്കിടന്ന് വള്ളിയായിട്ട് കയറിക്കിടന്ന് കാച്ചിൽ പോലെ വളരുകയും അതിൽ നിന്ന് ഇഷ്ടം പോലെ ഉൽപ്പന്നം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അത് ഉരുളക്കിഴങ്ങിനേക്കാൾ വളരെയേറെ സ്റ്റാർച്ച് കണ്ടൻ്റ് ഉള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. എന്നാൽ അതും ഒരു കാലത്ത് അന്യം നിന്ന് പോയതാണെങ്കിലും കാറ്റ്സിൻ്റെ ഈ വിത്ത് മഹോത്സവത്തോടനുബന്ധിച്ച് അത് നമുക്കിവിടെ കിട്ടുകയും അത് പ്രചരിപ്പിക്കുകയും ഇന്ന് തൊടുപുഴയിൽ എല്ലായിടത്തും തന്നെ ഈ അടതാപ്പ് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ വെണ്ടയുടെ നല്ല ഇനങ്ങൾ, ആനക്കൊമ്പൻ വെണ്ട പോലെയുള്ള വിത്തിനങ്ങൾ, അതുപോലെ നമ്മുടെ പാവലിൻ്റെ ചെറിയ പാവയ്ക്ക, അത് അത്തരം പാവലിൻ്റെ വിത്തുകൾ, മറ്റേ ഇങ്ങനെ കുറേയേറെ പച്ചക്കറി ഇനങ്ങൾ നമ്മൾ പുതിയ വിത്തുകൾ നമുക്കിവിടെ ലഭ്യമാണ്. ഗ്രീൻ ഫെസ്റ്റ് 10ാമത്തെ മഹോത്സവം. ഓരോ വീട്ടിലും ഒരു തെങ്ങ് ഫ്രീ ആയിട്ട് സഹകരിക്കുക, നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരിക. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.